നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വർണ്ണവൈവിധ്യമാർന്ന KPG മേച്ചിലോടുകൾ. നിറം മങ്ങില്ല, പൂപ്പൽ പിടിക്കില്ല, ഭാരം കുറവ്, ഉറപ്പ് കൂടുതൽ. ഞാൻ എപ്പോഴും പറയുന്നത് ഡബിങ്ങിനെക്കാളും നല്ലത് ലൈവ് സൗണ്ട് ആണ്. അതിൽ കിട്ടുന്ന ഒരു ഓതന്റിസിറ്റി കിട്ടില്ല. ഓരോ ക്യാരക്ടറിനും ഒരു ആർക്ക് ഉണ്ട്. ഒരു സബ്ജക്റ്റ് എനിക്ക് വരുമ്പോൾ ഞാൻ നോക്കുന്നത് ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ആർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കും. ഒരേ ടോണിൽ പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫൺ. നമ്മൾ അപ്ഡേറ്റ് നമ്മളായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് വന്ന് വീഴുമല്ലോ. ബാഹുബലിയിൽ അമ്മയുടെ ആ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് അത് എത്ര മീംസ് ആണ്. ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മൾ ആ ക്യാരക്ടറിന്റെ ഒരു എവിടുന്ന് വന്നിട്ടുണ്ടാവും, എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാവും ആ ക്യാരക്ടറിന്. ലൗഡ് ആണോ, സോഫ്റ്റ് ആണോ, ഇൻട്രോവേർട്ട് ആണോ, ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ഇന്റേർണലൈസ് ചെയ്യണത്. ഇഫ് ഡയറക്ടർ ഇസ് ഹാപ്പി, അപ്പോൾ നമ്മൾ ഇന്റേർണലൈസ് ചെയ്തത് ശരിയാണ് എന്നുള്ളത്. വി ആർ സെൽഫിഷ് ദാറ്റ് അവർ മൂവി ഷുഡ് ബി വാച്ച്ഡ്. അത് മാത്രമാണ്. You can be selfish on that. Of course, we have to be selfish because we wanted you to watch our movies. An actor can only prepare. He can never rehearse. For me, what excites me is that which I have not done before, what I can push myself for. അത് കിട്ടുമ്പോൾ ഐ റേസ് അപ്പ് ടു ദി ഒക്കേഷൻ എന്നുള്ളത് ഡയറക്ടേഴ്സിന് മനസ്സിലാവുന്നത് കൊണ്ടാണ് they want me to be part of the film. ഹായ് ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലെറ്റ് ചാറ്റ് വിത്ത് ലെറ്റ്സ്. കോളാമ്പി എന്ന മൂവിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു റോഹിണി മാം. ഹായ് മാം. ഹായ്. വെൽക്കം ടു ദി ഷോ ആൻഡ് വെൽക്കം ടു കേരള അഗെയിൻ. ഇല്ലേ, ഇത് മാം ഇങ്ങനെ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യുമെങ്കിലും ഐ തിങ്ക് ദിസ് ഈസ് ബിറ്റ് മോർ ക്ലോസ് ടു യു എന്ന് തോന്നുന്നു എനിക്ക്. അതെ, എപ്പോഴും കേരളത്തിൽ വരുമ്പോൾ അതൊരു വെരി സ്പെഷ്യൽ ഫീലാണ്. മാം, കോളാമ്പി അബൌട്ട് ദ മൂവി മീൻസ് മാമിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ആൻഡ് അബൌട്ട് ദ മൂവി ഓൾ ടുഗെദർ, ഈ ഒരു ടീമിൻ്റെ കൂടെയുള്ള ഒരു എഫേർട്ട്. കോളാമ്പി ഈസ് അബൌട്ട് ദിസ് വൺ കപ്പിൾ, ഓൾഡ് കപ്പിൾ, ആൻഡ് ദെൻ വാട്ട് ദേ ഗോ ത്രൂ അല്ലേ. ഇതിന് മുമ്പ് കുറച്ചും കൂടി ജോലി ഉണ്ടായിരുന്ന ഒരു ഹസ്ബൻഡാണ്. പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് ജോലിയില്ല. അതുകൊണ്ട് ഒരു കാപ്പിക്കട എന്ന പാട്ട് കാപ്പിക്കട എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് നടത്തിക്കൊണ്ട് വെരി ഹാപ്പി വിത്ത് ഈച്ച് അതർ ആൻഡ് വെരി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ചില സംഭവങ്ങൾ, ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ എത്തുന്ന നിത്യ. അപ്പോൾ ഇവർക്ക് അതുവരെ ഒരു ദേ ഡോണ്ട് ഹാവ് എനിബഡി സേ അവേഴ്സ് എന്ന്. സോ നിത്യയുടെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. പക്ഷെ അതൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു തമിഴ് ബ്രാഹ്മിനാണ്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ലൈവ് സൗണ്ട് ആണല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വോയിസ് തന്നെയാണ് എപ്പോഴും. അത് ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഞാൻ തന്നെ വോയിസ് നൽകിയിട്ടുള്ളത് അങ്ങനെ ഒരു തമിഴ് ചൊവ്വയുള്ള ക്യാരക്ടേഴ്സ് ആവുമ്പോഴാണ് ശരിയാവുന്നത്. ഞാൻ എപ്പോഴും പറയണത് ഡബിങ്ങിനെക്കാളും നല്ലത് ലൈവ് സൗണ്ട് ആണ്. അതിൽ കിട്ടുന്ന ഒരു ഓതന്റിസിറ്റി കിട്ടില്ല എന്നുള്ളത്. ആസ് എ പെർഫോമർ അല്ലേ നമ്മൾ പെർഫോം ചെയ്ത ഡയലോഗ്സ് ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സോ അത് മാത്രമല്ല നമ്മൾ കുറച്ച് സ്റ്റേജ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അപ്പോൾ നമുക്കറിയാം വോയിസ് കൾച്ചർ വേണം. അത് ലൈവ് സൗണ്ട് ചെയ്യാനുള്ള അതിന് ആർട്ടിസ്റ്റിന് വോയിസ് കൾച്ചർ അറിയണം. അപ്പോൾ അത് തിയേറ്ററും ചെയ്തത് കൊണ്ട് അതെനിക്ക് ഒരു നല്ല ഹെൽപ്ഫുള്ളായി. സോ ടെക്നിക്കലി ഏത് തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത പടമാണ്. നോട്ട് ഓൺലി ടെക്നിക്കലി, കണ്ടന്റ് വൈസും കൂടിയാണ്. So Rajiv Kumar always comes up with something very truthful and very nice to watch. മാം, ഇപ്പോൾ ഈ മാമിന് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഇപ്പോൾ രാജീവ് സാർ പറഞ്ഞ പോലെ ആ ഒരു സ്ക്രിപ്റ്റ് തരുമ്പോൾ മാമിന് എന്തായിരിക്കും അതിലേക്ക് അട്രാക്ട് ചെയ്യുക? എന്തായിരിക്കും മാമിൻ്റെ ഒരു പെർഫോമൻസ് സ്കെയിലേക്ക് എന്താ മാമിനെ അട്രാക്ട് ചെയ്യുക അതിലേക്ക്? ഇതൊരു ഇന്നസെൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഫോർ ഹെർ ലൈഫ് വേൾഡ് ഇസ് ഹെർ ഹസ്ബൻഡ്. അപ്പോൾ പക്ഷെ അത് ഒരു അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഷീ ഗെറ്റ്സ് എ ഷോക്ക് ഓഫ് ഹെർ ലൈഫ്. അതെങ്ങനെയാണ്? അപ്പോൾ ഓരോ ക്യാരക്ടറിനും ഒരു ആർക്ക് ഉണ്ട്.
എപ്പോഴും ഞാൻ ഒരു സബ്ജക്റ്റ് എനിക്ക് വരുമ്പോൾ ഞാൻ നോക്കുന്നത് ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ആർക്കുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കും. ഒരേ ടോണിൽ പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫൺ അല്ലേ? ഓക്കെ, ആ ക്യാരക്ടർ നമ്മൾ പിടിച്ചു, ആ ക്യാരക്ടറിൻ്റെ ഒരു ശ്രുതി നമ്മൾ പിടിച്ചു, എന്നാലും ക്യാരക്ടറിന് എന്താണ് നടക്കണത്, ഹൗ ഈസ് ഷീ റെസ്പോണ്ടിങ് ഓർ ഷീ ഈസ് നോട്ട് റെസ്പോണ്ടിങ്, വൈ ഷീ ഈസ് നോട്ട് റെസ്പോണ്ടിങ്, വാട്ട് ഈസ് ദ റീസൺ എന്നുള്ളത് വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ക്യാരക്ടറിനും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കട്ടെ, ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടി മാം, നമുക്ക് ഒരു കുറച്ചൊരു ഇപ്പോൾ മാം ആസ് എ പേഴ്സൺ ഇപ്പോൾ ആ ക്യാരക്ടറിലേക്ക് പോകാൻ കുറച്ചൊരു ട്രാൻസിഷൻ ഒരു ടൈം എടുക്കില്ലേ? അങ്ങനെ മാമിന് എടുക്കുമോ? അല്ലെങ്കിൽ നമ്മളിത് ഓൾറെഡി നമ്മുടെ മൈൻഡിലുണ്ടൊക്കെ ഇതാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ ക്യാരക്ടർ, അതിന് ഈ ഒരു ടോണാണ്, അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഓൾറെഡി ചെയ്ത് വയ്ക്കും? എങ്ങനെയാണ് മാം അത് പെർഫോം ചെയ്യുക? അങ്ങനെയല്ല, നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഒരു എവിടുന്ന് വന്നിട്ടുണ്ടാവും, എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടാവും ആ ക്യാരക്ടറിന്, അത് അവർ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറാണോ, ലൗഡ് ആണോ, സോഫ്റ്റ് ആണോ, ഇൻട്രോവേർട്ട് ആണോ, ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ഇന്റേണലൈസ് ചെയ്യണത്. അപ്പോൾ അത് ഇന്റേണലൈസ് ശരിക്കും ചെയ്തു എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ദിവസം ഡയറക്ടർ തരുന്ന ആ സീൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇഫ് ഡയറക്ടർ ഇസ് ഹാപ്പി, അപ്പോൾ നമ്മൾ ഇന്റേണലൈസ് ചെയ്തത് ശരിയാണ് എന്നുള്ളത്. ബിക്കോസ് അവർ ആ ക്യാരക്ടർ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 years they would have lived with the character, the writer and the director. അപ്പോൾ ദേ നോ ദി ക്യാരക്ടർ മച്ച് ബെറ്റർ ദൻ us. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ഫേസ് ആണ് നമ്മൾ, പക്ഷെ ആ ഫേസിൻ്റെ കൂടെ വരുന്നതും നമ്മളുടെ കോൺട്രിബ്യൂഷനൊക്കെ ആ ക്യാരക്ടർ മാതിരി തന്നെയാണോ അല്ല വേറെ മാതിരി ആവണമെന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ രജീവ് സർ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ കുറച്ച് മെൻ്റലായിട്ട് വർക്ക് ചെയ്യും, ഓക്കെ, ഇതിൽ ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് നമ്മൾ ചെയ്യും. മാം, ഈ കോളാമ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് തോന്നില്ല കോളാമ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതൊരു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ സംതിങ് ഇതൊന്ന് ഷട്ട് ഡൗൺ ചെയ്യാണ് ഇത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് ചേഞ്ചസും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മാം നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിൽ ജസ്റ്റ് ഷട്ട് ഡൗൺ ആൻഡ് നമുക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കണം മാം, ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ബാക്കി പ്ലാറ്റ്ഫോംസിലൊക്കെ ആക്റ്റീവ് ആണോ? മീൻസ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്താ ഫോളോ ചെയ്യണമെന്ന് ഡു യു കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്? നമ്മൾ അപ്ഡേറ്റ് നമ്മളായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് വന്ന് വീഴുമല്ലോ. ബാഹുബലിയില് അമ്മയുടെ ആ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് അത് എത്ര മീംസ് ആണ് ഒക്കെ ഫോർവേഡ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ടിക്ടോക്ക് ചെയ്യും, നമ്മൾ ചെയ്തിട്ടുള്ള വോയിസ് ടിക്ടോക്ക് ചെയ്ത് അയക്കും. അപ്പൊ ടിക്ടോക്ക് എന്നുള്ളത് ഉണ്ട് എന്നുള്ള മനസ്സിലാവുന്നത്. അപ്പൊ അതെന്താണെന്ന് നോക്കണത്. സോ ഇപ്പോ ഷോർട്ട് റീൽസ് ഇപ്പൊ എല്ലാരും മാധുരി ദീക്ഷിത് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നോക്കുമ്പോ ക്യൂട്ടായിരിക്കണമല്ലോ. ഇറ്റ്സ് ഓൾ ലൈക്ക് ബേസിക്കലി ഫർ us എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഡിയൻസിനോട് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും. അത് കണക്ട് ചെയ്യാനുള്ള അവകാശം കിട്ടണ വഴിയിലൊക്കെ നമ്മൾ ചെയ്യും. That is only because we are very selfish that way. We are selfish that our movies should be watched. അത് മാത്രം. As an artist you can be selfish on that. Of course we have to be selfish because we wanted you to watch our movies. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും മീംസിനൊക്കെ ഓക്കെ. ഇത് I'm not sure whether it's ഇത് സത്യമാണെന്ന്. You started acting from the age of 5? Yeah. Right? അപ്പോൾ ദാറ്റ്സ് ലൈക്ക് ഒരു ലോങ് ജേർണി ഓഫ് ഡെക്കേഡ്. അപ്പോൾ ഇപ്പോൾ what is the best thing you enjoy about being an actor? See, every time it is something new. It's a combination and fermentation ആണല്ലോ. നമ്മൾ ഒരു തരത്തിൽ അങ്ങനെ മദർ ക്യാരക്ടർ എന്ന് പറഞ്ഞ് വരും. പക്ഷെ മദർ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിനുള്ളത് എന്താണ് പ്രത്യേകത എന്ന് നോക്കും നമ്മൾ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഒരു സംതിങ് വെരി സ്പെഷ്യൽ കിട്ടും. ആ സ്പെഷ്യൽ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്ടറിൻ്റെ ഇൻപുട്സും റൈറ്ററിൻ്റെ ബേസിക് അതിൽ നിന്നാണല്ലോ നമ്മൾ എടുക്കുന്നത്. റൈറ്റർ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് അതിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ആ കോമ്പിനേഷൻ, അവർ ഏജ്, അവർ മെൻ്റൽ സ്റ്റേറ്റ് എല്ലാം ചേർന്നിട്ട്
ഇറ്റ് ഗിവ്സ് എസ് സംതിങ് എൽസ്. അപ്പോൾ ഓരോ പ്രാവശ്യം ആക്ഷനും കട്ടും പറയുന്ന അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്, എന്തോ നടക്കും. ആ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ ആൻ ആക്ടർ കെൻ ഓൺലി പ്രിപ്പയർ, ഹി കെൻ നെവർ റിഹേഴ്സ്. റിഹേഴ്സൽ ഒക്കെ നമുക്ക് പൊസിഷൻസ് ശരിയാവുന്നുണ്ടോ, ടൈമിങ് ശരിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ ലൈറ്റ് ശരിക്കും നമ്മൾ ഇത് കിട്ടുന്നുണ്ടോ, ഫോക്കസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ. പക്ഷേ അത് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ടിലാണ് വി ആക്ച്വലി ഗോ ത്രൂ ദി എമോഷൻ. അപ്പോൾ ആ എമോഷൻ നമ്മൾ ഉള്ളിൽ പോകുമ്പോൾ നടക്കുന്ന ഒരു സംതിങ് ഈസ് വാട്ട് വി ആർ എക്സൈറ്റഡ് അബൌട്ട്. നമ്മൾ ഒരു സെറ്റിൽ നിന്ന് when we go to the next movie, അതാണ് that's what gives you the relief, right? Exactly. ഇപ്പോൾ you are sharing screen with, you started movies, ma'am start ചെയ്ത ടൈമിൽ ഇറ്റ്സ് ലൈക്ക് അല്ലെങ്കിൽ ആക്ടിങ് ഇൻ മൂവീസ് അല്ലെങ്കിൽ പെർഫോമിംഗ് ഓൺ സ്റ്റേജ് ഇതൊക്കെ ഒരു ടബു ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. മാം അത്ര അങ്ങ് ഓപ്പൺ ആയിരുന്നില്ല. But when it comes to this generation, they enjoy this process. Yeah. When I was in my teens, probably it wasn't that popular career ആയിരുന്നില്ല. But now it's like it's a ഭയങ്കര celebrated career. You've been sharing screen with the younger generation. So how do you feel about that? ഇറ്റ്സ് നൈസ്, നോ, ദിസ് ഇസ് വാട്ട് വി വാണ്ടഡ്. എപ്പോഴും ഞങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഡോക്ടറോ ഒരു ടീച്ചറോ ഒരു ബാങ്കറോ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രൊഫഷനും കൂടി. ഞങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. പ്ലീസ് ആക്സെപ്റ്റ് അസ് ഓൾസോ ദാറ്റ് വേ എന്ന് ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് ദാറ്റ്സ് വെരി വെരി നൈസ്. സോ ഫോർ ദി യങ്ങർ ജനറേഷൻ ഹാസ് ഗോട്ട് സോ മച്ച് ഓഫ് ഫ്രീഡം ദാറ്റ് വേ. അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ അതിനത്ര ടാബു ഇല്ല. ഇപ്പോൾ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് ചിലർക്കൊക്കെ ലൈക്ക് യു നോ ദേ ഡോണ്ട് വാണ്ട് ദി ചിൽഡ്രൻ ടു കം ഇൻ ടു ഫിലിംസ് ഫോർ മെനി അതർ റീസൺസ്. പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് ഒരു ഇറ്റ്സ് നോട്ട് എ പ്ലേസ് വെയർ ഫോർ എ ഫീമെയിൽ ആക്ടർ to be, it's not that dangerous or it's not that very നമുക്ക് പേടിക്കാനുള്ള ഒരു ഇതില്ല എന്നുള്ളത് മനസ്സിലായി. സോ മാം ഇപ്പം മലയാളത്തിൽ മാമിന് കിട്ടിയ ക്യാരക്ടേഴ്സ് ഭയങ്കര നമ്മളെ ഭയങ്കര സർപ്രൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഗപ്പി, സിറ്റി ഓഫ് ഗോഡ്, ഇതിലൊക്കെ. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഈ മലയാളത്തിലേക്ക് വരുമ്പോൾ ആ ഒരു പെർഫോമൻസ് നോക്കുമ്പോഴാണെങ്കിലും മീൻസ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ട് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആക്ഷൻ ഹീറോ ബിജു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ പെർഫോം ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് അതെനിക്ക് കിട്ടുന്നത് മലയാളത്തിൽ മാത്രമാണ്. ഐ ആം സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂ ജെൻ ഡയറക്ടേഴ്സ്, so they want me to be part of their film എന്നുള്ളത് that is also one ego satisfaction ആണ് that I'm still sought after by the younger. No, why would they cast me? അപ്പോൾ അവർക്ക് നല്ല റേഞ്ച് ഓഫ് ചോയ്സ് ഉണ്ടല്ലോ. ആ ചോയ്സിൽ എന്നെ കാസ്റ്റ് ചെയ്യാന്നുള്ള ഐ എം റിലവൻറ്റ് ഇൻ ദ ഏരിയ ഓഫ് പെർഫോമൻസ്. For me, what excites me is that which I have not done before, what I can push myself for. അത് കിട്ടുമ്പോൾ ഐ റേസ് അപ്പ് ടു ദി ഒക്കേഷൻ എന്നുള്ളത് ഡയറക്ടേഴ്സിന് മനസ്സിലാവുന്നത് കൊണ്ടാണ് they want me to be part of the film. അത് മാം ഈ ഇപ്പോഴത്തെ ഒരു ആക്ടിങ് സ്റ്റൈൽസിലും there have been changes എന്ന് തോന്നിയിട്ടുണ്ടോ മാമിന്? ലൈക്ക് പെർഫോമൻസ് പണ്ട് കുറച്ചും കൂടെ ലൗഡ്, പക്ഷെ ഇപ്പം ഈ മലയാളത്തിൽ എപ്പോഴും അങ്ങനെയല്ല. No, in Tamil and Telugu it was there. I can see lot of difference in Tamil films and Telugu films where they want me to do my performance now. അപ്പോൾ ഇതിന് മുമ്പൊക്കെ അവർ പറയും അമ്മ നിങ്ങൾ മലയാളം പെർഫോമൻസ് എല്ലാം വേണ്ട ഇങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ മലയാളത്തിൽ റിയലിസ്റ്റിക് ആയിരുന്നു ബിക്കോസ് ഭരതേട്ടൻ്റെയും പത്മരാജൻ സാറിൻ്റെയും ഓൾ എവരിബഡി, ജോഷി സാറൊക്കെ നെവർ ആസ്ക്ഡ് മീ ടു ഡു എനിത്തിങ് എക്സ്ട്രാ ആയിട്ട് ലൈക്ക് ഡ്രാമാറ്റിക് ആയിട്ട് എപ്പോഴും ചോദിച്ചിട്ടില്ല. പക്ഷെ കുറച്ചും കൂടി എൻ്റർടൈനിങ് ചെയ്തിട്ടുള്ളത് ഡാൻസ് ഒക്കെ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. So that way Malayalam is the place where I learned realistic performance. അതുപോലെ തന്നെ മാം ഇപ്പം ഭയങ്കര ഇപ്പം വിമൻ ഐ മീൻ മൂവീസ് ഓൾവേസ് ഡയറക്ടർ സെൻട്രിക്, പക്ഷെ എന്നാലും ഇപ്പം വിമൻ സെൻട്രിക് സ്റ്റോറീസ് ഐ മീൻ ഇറ്റ്സ് കമ്മിങ് ഇൻ മലയാളം. നമ്മൾ കുറേ മൂവീസ് ഉണ്ട്. അപ്പോൾ ഹൗ ഡു യു സീ ഓൾ ദിസ് ചേഞ്ച്? No, that is what is important. പക്ഷേ അത് ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ it is also because of the way society is changing. Right. Society is made to look at problems faced by women in a
ഇൻ എൻ എംപാത്തറ്റിക് വേ. ഇതിനു മുമ്പ് നമ്മൾ ഇതേ ഇത് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഫെമിനിസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഫെമിനിസം പേസ വന്നിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകും. ഇപ്പൊ അങ്ങനെയല്ല. ഐ വിൽ ടോക്ക് അബൌട്ട് മൈ സിസ്റ്റർ, ഐ വിൽ ടോക്ക് അബൌട്ട് മൈ മദർ എന്ന് ഒരു ആൺ തന്നെ വരുമ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ദറ്റ് കൈൻഡ് ഓഫ് റെസ്പെക്ട്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഫോർവേഡ് ഫോർ എ സൊസൈറ്റി. സൊസൈറ്റിയുടെ കൂടെ പോകുന്നതാണ് ആർട്ടും കൾച്ചറും. ഓക്കെ, സോ ദ കൾച്ചറൽ ചേഞ്ചസ് വിൽ ഹാവ് ടു ഹാപ്പൻ എന്ന് പറയുമ്പോൾ ആർട്ട് മേക്സ് എ വെരി വെരി ബിഗ് ഇമ്പാക്ട്. അത് പറഞ്ഞപ്പോഴാണ് it actually, you know, so now it is not in fashion that, you know, I want a wife who can work, can stay at home and take care of the family എന്ന് പറയുന്നത് അൺഫാഷൻ ആയി പോയി. ഇത് ചേഞ്ച് ചെയ്തത് ഒരു സെറ്റ് ഓഫ് തിങ്കേഴ്സ് ആണ്. യു ഹാവ് സ്പെൻഡ് എ ഫ്യൂ ഡെക്കേഡ്സ് ഇൻ സിനിമ. അപ്പം ഇനി സിനിമ മീൻസ് ഒരു ഫ്യൂച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഐ വാണ്ട് ടു കം ടു സിനിമ എന്ന് പറയുന്ന ഒരു ഗേൾ, വാട്ട് വുഡ് ബി യുവർ ബെസ്റ്റ് അഡ്വൈസ്? You made the best choice. All right. Okay, wonderful. Thank you, ma'am. Thank you so much for spending time. And it was wonderful talking to you. Yeah, nice talking to you too.